ED കഴിഞ്ഞ ദിവസം കേരളത്തിൽ നടത്തിയ പരിശോധന 12ഓളം കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തി. പിണറായി വിജയന്റെ വീട്ടിൽ ഉൾപ്പെടെ വലിയ പ്രതിഷേധം ഉയർന്നു വന്നു. പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധന നടത്തിയതിന് എതിരെ ഇതേക്കുറിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശനോട് കഴിഞ്ഞ കുറച്ച് ദിവസമായി മാധ്യമങ്ങൾ ഒരു പ്രതികരണത്തിന് വേണ്ടി പിറകെ നടക്കുകയായിരുന്നു. അദ്ദേഹം ഒരക്ഷരം പോലും പറഞ്ഞില്ല. പക്ഷേ ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ചപ്പോൾ അതേ ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചു. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടിയുണ്ട്. അതാണ് ഏറെ ശ്രദ്ധേയം. കേൾക്കാം. ഇത് അല്ല, അതിൻ്റെ അകത്ത് ഞാൻ വളരെ മുൻപ് അസംബ്ലിയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മുതലാളിമാരിൽ നിന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പണം വാങ്ങിക്കും. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഫണ്ട് ഈ കമ്പനികളിൽ നിന്നൊക്കെയുള്ള ഫണ്ടാണ്. അങ്ങനെ CMRLൻ്റെ ആളിൽ നിന്ന് ഞങ്ങളുടെ പാർട്ടിക്കാർ മാത്രമല്ല, കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ പണം മേടിച്ചിട്ടുണ്ട്. ആ പണം മേടിച്ചതല്ല ഇവിടുത്തെ കേസ്. ഇവിടുത്തെ കേസ് ഒരു കമ്പനിയും ആ കമ്പനിയും തമ്മിൽ നടത്തിയ ഇടപാടിൽ ആ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക്, എക്സാലോജിക് കമ്പനിയിലേക്ക് വലിയ തുക അയച്ചു കൊടുത്തു. ക്ലയൻറ്റ് സർവീസിന് വേണ്ടിയിട്ടാണ് അയച്ചു കൊടുത്തത്. എന്നാൽ ക്ലയൻറ്റ് സർവീസ് നടത്താതെ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി മണി ലോണ്ടറിങ് ആണ്. അതുകൊണ്ടാണ് PMLA ആക്ട് വരുന്നത്. മനസ്സിലായില്ലേ? പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിൻ്റെ പ്രൊവിഷൻസ് അട്രാക്ട് ചെയ്യുന്ന എന്നാണ് കേസ്. കേസിൻ്റെ ശരി മെറിറ്റും ഡിമെറിറ്റും അല്ല ഞാൻ പറയുന്നത്. അതാണ് ആ കേസ്. അതും രാഷ്ട്രീയ നേതാക്കൾ ബിസിനസ്സുകാരിൽ നിന്ന് പണം മേടിക്കുന്നതും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരുടെയും ഇപ്പോൾ CPMൻ്റെ അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ അറിയാമല്ലോ. CPM ഈ വ്യക്തിയുടെ നിന്ന് CPM വാങ്ങിച്ചിട്ടുണ്ട് പണം. CPM നേതാക്കളൊക്കെ ആയിട്ട് വ്യക്തിപരമായ ബന്ധമുള്ള ആൾ. എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഇപ്പുറത്തുള്ള ആളാണ്. ഞങ്ങൾക്കൊക്കെ പരിചയമുള്ള ആളാണ്. വ്യവസായിയായിട്ടുള്ള ഒരാളാണ്. കൊച്ചിയിലെ വലിയ പ്രധാനപ്പെട്ട സ്ഥാപനമാണത്. അത് അവരെ ഇന്ന് രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതാക്കന്മാരും സാമൂഹ്യ സംഘടനകളും അമ്പല കമ്മിറ്റിയും പള്ളി കമ്മിറ്റിയും പൈസ മേടിച്ചതല്ല ഇവിടുത്തെ കേസ്. മനസ്സിലായില്ലേ? അതാണ് വ്യത്യാസം. അത് ഐ ഹാവ് മേഡ് ഇറ്റ് വെരി ക്ലിയർ ഇൻ ദ ഫ്ലോർ ഓഫ് ദ അസംബ്ലി. അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ, അതൊരു കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമാണല്ലോ. നമുക്കതിൻ്റെ അകത്ത് എന്താണ്, റെയ്ഡ് നടത്താൻ പാടില്ല, അന്വേഷണം നടത്താൻ പാടില്ല. ED എങ്ങനെ അന്വേഷണം നടത്തണമെന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പറയാൻ പറ്റുമോ? ഞാൻ വളരെ ഫെയർ ആയിട്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഗവൺമെൻറ്റിന് ചില പരിമിതികളില്ലേ? ഗവൺമെൻറ്റിന് പറയാൻ പറ്റുമോ? ED ഇപ്പോൾ CBI ഒരു കേസ് അന്വേഷിക്കുന്നു. നമ്മുടെ ഗവൺമെൻറ് തന്നെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, ഹൈക്കോടതി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. CBI വരുമ്പോൾ ഉടനെ CBIയുടെ അന്വേഷണ ഉദ്യോഗസ്ഥനെ നമ്മുടെ DGPയോ മുഖ്യമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ വിളിച്ചു വരുത്തി ഈ അന്വേഷണം ഇങ്ങനെ വേണം എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അതൊരു കേസ് അന്വേഷണം നടക്കുകയാണ്. അതിൻ്റെ അകത്ത് രാഷ്ട്രീയമായിട്ടുള്ള വിഷയമുണ്ടെങ്കിൽ അത് CPM ആണ്. അവരത് പറഞ്ഞോട്ടെ. പിന്നെ നിയമപരമായ കാര്യങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് അന്വേഷണം നടക്കണമെങ്കിൽ എനിബഡി ക്യാൻ അപ്രോച്ച് എ കോർട്ട്. CMRL കോടതി പോയി ഈ അന്വേഷണം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു. കോടതി ആ പെറ്റീഷൻ തള്ളിയിട്ട് ഈ അന്വേഷണം തുടരാൻ പറഞ്ഞു EDയോട്. അതിൻ്റെ പിറ്റേ ദിവസമാണ് EDയുടെ ഈ റെയ്ഡ് നടന്നത്. അപ്പം നമുക്ക് അതിൻ്റെ അകത്ത് പരിമിതികളുണ്ട്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് കേരളത്തിൽ എല്ലാ സഹായവും ചെയ്തു കൊടുക്കും എന്നാണ് പറഞ്ഞു വരുന്നത് വി ഡി സതീശൻ. പക്ഷെ കേട്ടാൽ തോന്നുന്നത് എന്താണ്? അങ്ങനെയൊന്നുമല്ല. സംസ്ഥാന സർക്കാരിന് ഇതിൽ എന്താണ് ചെയ്യാൻ കഴിയുക? ഞങ്ങളെ അറിയിച്ചിട്ട് പോലുമില്ല, പോലീസിനെ അറിയിച്ചിട്ട് പോലുമില്ല എന്നാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞത്. അത് നിങ്ങൾ കേട്ടതല്ലേ? ഏതെങ്കിലും ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി, കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായി EDയോ കേന്ദ്ര അന്വേഷണ ഏജൻസികളോ കേരളത്തിൽ വരുന്നതിനെ എങ്ങനെ എതിർക്കും? ഇതൊക്കെയാണ് ചോദിക്കുന്നത് വി ഡി സതീശൻ. അപ്പോഴും കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് എതിരെ ഒരു വാക്ക് പോലും പറയാതിരിക്കാനുള്ള ശ്രദ്ധ അദ്ദേഹം കാട്ടുന്നുണ്ട്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അവർ എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് അനുഭവമുള്ളവരാണ് കോൺഗ്രസ് നേതാക്കൾ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഉൾപ്പെടെ. അങ്ങനെയൊക്കെ അനുഭവങ്ങൾ കോൺഗ്രസിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ കേരളത്തിൽ ED ഇറങ്ങി കളിക്കാൻ തീരുമാനിച്ചപ്പോൾ ഒന്നും മിണ്ടുന്നില്ല മുഖ്യമന്ത്രി വി ഡി സതീശൻ. എന്താണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ? അദ്ദേഹത്തിന്റെ മനസ്സിൽ ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ രാഷ്ട്രീയ എതിരാളികൾ തന്നെയാണ്. അത് പ്രതിപക്ഷത്തുള്ളവരല്ല, UDF-നകത്തുള്ളവർ തന്നെയാണ്. അവിടെയാണ് വി ഡി സതീശന്റെ യഥാർത്ഥ കളി നടക്കുന്നത്. അത് രമേശ് ചെന്നിത്തലയാണ്, മറ്റൊന്ന് PK കുഞ്ഞാലിക്കുട്ടിയാണ്. അവിടെ മാത്രം നിൽക്കില്ല. എന്തുകൊണ്ടാണ്
വി.ഡി. സതീശൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നത്? അദ്ദേഹത്തിന് എതിരെയുള്ള ഒരു അന്വേഷണമുണ്ട്, CBI പെൻഡിങ് വെച്ചിരിക്കുന്ന അന്വേഷണം. അതെങ്ങാനും എടുത്ത് പുറത്തിട്ടാൽ വി.ഡി. സതീശൻ കുടുങ്ങും. അതിനുവേണ്ടി കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും കേന്ദ്ര സർക്കാരിനെയും തൃപ്തിപ്പെടുത്തണം. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വി.ഡി. സതീശൻ. എന്തായാലും കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് കേരളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ വാതിലുകൾ തുറന്നു കൊടുത്തിരിക്കുകയാണ് വി.ഡി. സതീശൻ എന്ന് പറയേണ്ടി വരും. അതിൽ അദ്ദേഹത്തിന് ചില ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹത്തിന് എതിരെയുള്ള അന്വേഷണം നടക്കാതിരിക്കണം. രണ്ട്, രാഷ്ട്രീയ എതിരാളികളെ തേജോവധം ചെയ്യാൻ കഴിയണം. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ശ്രമിക്കുന്നത് വി.ഡി. സതീശൻ. വി.ഡി. സതീശൻ്റെ എല്ലാ നീക്കങ്ങളെയും RSS, സംഘപരിവാർ, BJP സ്വാഗതം ചെയ്യുന്നു. നയപ്രഖ്യാപന പ്രസംഗത്തെ സ്വാഗതം ചെയ്യുന്നു BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ. വന്ദേ മാതരം നിയമസഭയിൽ പാടിയതിനെ സ്വാഗതം ചെയ്യുന്നു. ഭാഗികമായിട്ടാണെങ്കിലും പാടിയല്ലോ, അത് വലിയ മാറ്റമാണ് എന്ന് പറയുന്നു ഹിന്ദു ഐക്യവേദി. സംഘപരിവാർ സംഘടനകളുടെ പ്രിയപ്പെട്ടവനായി മാറിയിരിക്കുന്നു വി.ഡി. സതീശൻ. അത് വി.ഡി. സതീശൻ പറയുന്നത് പോലെ മോദിയെ കണ്ടപ്പോൾ മോദിയോട് സതീശൻ പറഞ്ഞു എന്ന കളിയാക്കലല്ല, ആ കളിയാക്കൽ തന്നെ എന്തൊക്കെയോ മറച്ചു പിടിക്കാനാണ്. ആ മറച്ചു പിടിക്കുന്നത് BJPയുമായുള്ള RSSുമായുള്ള ബന്ധം, അത് മറച്ചു പിടിക്കാനാണ് ഈ കളികളൊക്കെ, ഈ നാടകമൊക്കെ വി.ഡി. സതീശൻ കളിക്കുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. സർക്കാർ അധികാരത്തിൽ വന്ന് ഇത്രയേ ദിവസമായുള്ളൂ, അപ്പോഴേക്കും മുഖം മൂടി അഴിഞ്ഞു വീഴുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ.